ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്നൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് ജീവിതങ്ങളുടെ താളം തെറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം വഴക്കിട്ട് എല്ലാ വീടുകളിലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ? എല്ലാ വീട്ടിലും വഴക്കുണ്ടാകും. പക്ഷേ വഴക്കിട്ടാലും എൻ്റെയാണ്, എൻ്റെ അടുത്ത് വരും എന്നുള്ള ആ ഒരു മനസ്സിലെ ആ ഒരു ഇതൊന്നും കാണൂല ചിലവർക്ക്. വഴക്കിട്ട് എങ്ങനെയെങ്കിലും തെറ്റിപ്പിരിയാണ്. ഈഗോയാണ് എല്ലാ. ഇപ്പോൾ ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും മനസ്സിൽ എപ്പോഴും ഈഗോയുടെ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലേ? അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സമാധാനത്തെ സ്വസ്ഥതയോടെ ഇരുന്ന് ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളുള്ള എല്ലാവരുടെയും കയ്യിൽ അല്ലേ? നമ്മൾ ഭാര്യയായാലും ഭർത്താവായാലും തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിനകത്ത് തലയിടാൻ മറ്റൊരാളെ അനുവദിക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലോട്ട് തീരുന്ന പ്രധാന ഘടകം അല്ലേ? കാരണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്കിട്ടുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, അവരുടെ വിഷമത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സംസാരത്തിനിടയ്ക്ക് അവരുടെ വീട്ടുകാർ വരുന്നു, അത് 1ന് 2 ആക്കുന്നു, 2ന് 3 ആക്കുന്നു. അപ്പോൾ അവരുടെയും വീട്ടുകാർ വരുന്നു, വീട്ടുകാർ തമ്മിലുള്ള വഴക്കാകും. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ഇടപെടുന്നു. ലാസ്റ്റ് അത് തെറ്റിപ്പിരിഞ്ഞ് വീട്ടിലേക്ക് മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം 2 പേരും 2 വീട്ടിലായിട്ട് മാറുന്നു. പിന്നെ അത് ഡിവോഴ്സായി, കാര്യങ്ങളായി. അപ്പം ഇവരുടെ ജീവിതം പോയി. അതുമാത്രമല്ല, മെയിനായിട്ടും പോകുന്നത് ഇവരുടെ മക്കളുടെ ജീവിതം കൂടിയാണ് പോകുന്നത് അല്ലേ? ഭാര്യയ്ക്കായാലും ഭർത്താവിൻ്റെയും ജീവിതം പോയി. അവർക്ക് വേറെ ലൈഫ് പാർട്ട്ണറെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഒരിക്കലും മക്കൾക്ക് സ്വന്തം അച്ഛനെയോ സ്വന്തം അമ്മയ്ക്ക് പകരമായിട്ട് ആരും വരത്തില്ല. അങ്ങനെ വരുന്നവരുണ്ടായിരിക്കാം. 100 പേരിൽ ഒരു 90% ആൾക്കാരും ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ആർക്കും സ്വന്തമായിട്ട് ആരും വരത്തില്ല അല്ലേ? അതേസമയം ജസ്റ്റ് ഒന്നിരുന്ന് പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, നീ ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾ, നിനക്ക് അത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നീ അത് തരണം ചെയ്തു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ചൊന്ന് മാറ്റിയെടുത്താൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അല്ലേ? ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു ദിവസം ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അമ്മയൊക്കെ പണ്ട് പറയുന്ന ഒരു കഥയാണ് ഇത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അവരുടെ വീട്ടിൽ ഭയങ്കര വഴക്കായിട്ടിരുന്നിട്ട് 2 പേരും കൂടെ കിടന്നുറങ്ങുന്നതാണ്. കിടന്നുറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ, രാത്രി ആയപ്പം ഭർത്താവ് വിളിച്ചിട്ട് പറയും, എടി എനിക്ക് ഇച്ചിരി വെള്ളം വേണം, ഇച്ചിരി വെള്ളം കൊണ്ട് താന്ന് പറയും. അന്നേരം ഭാര്യ പറഞ്ഞു, എനിക്ക് വയ്യ, വെള്ളം വേണമെങ്കിൽ പോയി എടുത്താൽ മതി, ഇന്നലെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞ് കിടന്നേന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടിട്ട് അന്നേരം സംസാരിച്ചിട്ട് പുള്ളി മാറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. നേരം വെളുത്ത് ഭർത്താവ് അടുത്ത് കിടപ്പുണ്ട്, എഴുന്നേൽക്കുന്നില്ല, കിടപ്പുണ്ട്. അന്നേരം മൂശാട്ട എടുത്ത് ഓരോന്ന് മുറുമുറുത്ത് അടുക്കളയിൽ പോയിരുന്ന് പാചകം ചെയ്യുക. സമയം പോകുന്നു, ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല. ഇങ്ങനെ എന്താ എഴുന്നേക്കാത്ത, ഇത്ര സമയമായിട്ട് ഇങ്ങനെ എന്ത് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അന്നേരവും പള്ളും പറഞ്ഞിട്ടാണ് ഭർത്താവിനെ ചെന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് കാണിക്കുന്നത്, എന്തിനെനിക്ക് ഇത്രയും നേരം കിടന്ന് ഉറങ്ങുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളും പറഞ്ഞ് വിളിക്കുമ്പോഴെന്തുവാ, പുള്ളിക്ക് അനക്കമില്ല. പുള്ളിയുടെ ശരീരമെല്ലാം തണുത്ത് വിറച്ച് കിടക്കുന്നു. ഒരു വാക്ക് പോലും പറയാതെ പുള്ളി പോയി. വെള്ളം ചോദിച്ചിട്ട് പോലും ഒരു തുള്ളി വെള്ളം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ആ വഴക്കോടുകൂടി പോയല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഭാര്യ പിന്നീടുള്ള കാലം ജീവിച്ചത് അല്ലേ? നമ്മൾ ഇപ്പം രാത്രി കിടന്നുറങ്ങുന്നു, നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാതെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നന്ന് നമ്മളിൽ എന്ത് പ്രശ്നങ്ങളാണ് ഭർത്താവുമായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഉണ്ടോ അതെല്ലാം പറഞ്ഞ് സെറ്റാക്കുക. എന്നിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങുക. കാരണം നാളെ നേരം വെളുത്ത് ആരുണ്ട് ഇല്ലയെന്നും, നേരം വെളുത്തെന്നല്ല, നമ്മുടെ അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സമയമാണ് അല്ലേ? മനുഷ്യൻ്റെ കാര്യം അത്രയല്ലേ ഉള്ളൂ. അപ്പം കഴിവതും പിണക്കങ്ങളും വഴക്കുകളും ഒന്നുമില്ലാതിരിക്കുക. പിന്നെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകത്തില്ല. എല്ലാവരും മനുഷ്യരല്ലേ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റോ കുറ്റങ്ങളോ ഒക്കെ വരും. നമ്മൾ ഇപ്പം ഭർത്താവിനോട് പറയും, ഞാൻ തന്നെ എപ്പോഴും പറയും എൻ്റെ ചേട്ടൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ തന്നെ വേണോ, അങ്ങനെ ഇങ്ങനെ, നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ ആ കൊള്ളത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഉള്ളത് അല്ലേ? എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഒരാളെ ഫുൾ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ കിട്ടുമോ?
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല രീതിയിൽ അവിടെ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മകളാണ്. ആ പോരായ്മകളെല്ലാം കണ്ടറിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജീവിതത്തിലൊരു സുഖമുള്ളൂ, അല്ലേ? സുഖങ്ങളും ദുഃഖത്തിലൂടെയും എല്ലാം കടന്നു പോകും നമ്മൾ. ആ സുഖത്തിലും ദുഃഖത്തിലും ആ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ എന്ത് രസമാണ്, അല്ലേ? എല്ലാവരും പറയും വിവാഹ ജീവിതം ഏറ്റവും ബോറിംഗ് ആണെന്ന്. അല്ല, ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ അവരുടെ കുറ്റവും കുറവുകളൊക്കെ കണ്ടറിഞ്ഞ് അവരുമായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ മനസ്സങ്ങോട്ട് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, വിവാഹ ജീവിതത്തെക്കാട്ടിലും നല്ല അടിപൊളി ജീവിതം വേറെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഞാനും എപ്പോഴും ചിന്തിക്കുമായിരുന്നു, നേരത്തെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ അതായിരുന്നു നല്ലത്, ഈ വിവാഹം കഴിച്ച മക്കളുമായി അങ്ങനെയൊക്കെ ഒരു ചിന്ത. അതൊരിക്കലും നല്ലതല്ല കേട്ടോ. കാരണം നമ്മൾ പരസ്പരം മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്നതും കുടുംബജീവിതമാണ് ഏറ്റവും വലുതും സന്തോഷവും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അത് തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ പറയുന്നത്, ആർക്കും ഒരു മനുഷ്യർക്ക് പോലും കുറ്റവും കുറവില്ലാത്തവരായിട്ട് ആരുമില്ല. ഈ ലോകത്തുള്ള എല്ലാ ആണിനും പെണ്ണിനും ഓരോരോ കുറ്റങ്ങൾ കാണും. പിന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു ഇപ്പം ഭർത്താവായാലും ഭാര്യയായാലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആ തെറ്റ് അറിയാതിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് കള്ളങ്ങൾ നിരത്തുമായിരിക്കും. പക്ഷെ നമ്മളത് നാളെ ഒരു സമയത്ത് ഒരിക്കലും കള്ളം എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റുന്നില്ല. സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നത് പോലെ ഒരു നാൾ ആ കള്ളം വെളിയിൽ വരുമെന്നാണ് പറയുന്നത്. അതാണ് ഒരു ഇതാണത്, അല്ലേ? ഒരു സത്യമാണത്. അത് എനിക്കറിയാം. കാരണം ഈ ലോകത്ത് എല്ലാവർക്കും ഒരിക്കലും കള്ളങ്ങൾ മൂടി വെക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ കള്ളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആ കള്ളം ആണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് പറയുന്നത് കള്ളമാണെന്ന് നാളെ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയും വിഷമമുണ്ടല്ലോ, അത് ഏത് രീതി ആയിക്കോട്ടെ, ഏതെല്ലാം രീതിയിൽ നമ്മളെ വഞ്ചിച്ചാലും അത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴുള്ളൊരു നമ്മളൊന്ന് കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളുണ്ടല്ലോ, ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും നമ്മളിൽ അന്നേരം ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ വരും. അന്നേരം ഇപ്പം നമ്മുടെ പാർട്ട്ണർ പറയുന്നു, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്നോടൊന്ന് ക്ഷമിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ക്ഷമിക്ക്, ഞാനിനി ആ വഴിക്ക് പോകില്ല, ഇത് സത്യം എന്ന് നമ്മളോട് പറയുവാണെങ്കിൽ, മനസ്സറിഞ്ഞ് നമ്മളെടുത്ത് അതൊന്ന് തുറന്ന് പറയുവാണെങ്കിൽ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അത് ക്ഷമിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും, ഞാൻ ഇനി ആ തെറ്റി പോകില്ല എന്ന് നമ്മുടെ അടുത്ത് അവരത് പറയുമ്പോഴുള്ള ആ ഒരു സങ്കടം അവിടെ തീരുക. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു തെറ്റ് പറ്റി, അവർ പറഞ്ഞ് ഇനി അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുണ്ടാവത്തില്ല, അവരെൻ്റെ കൂടെ ജീവിക്കും എന്നും പറഞ്ഞ് നമ്മൾ എന്നാൽ ശരി ചേട്ടാ, ഇല്ലെങ്കിൽ ശരിയടി, ഇനി ആ തെറ്റി പോവരുത്, നമ്മളും നമ്മുടെ മക്കളുമായിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചേർത്ത് വെച്ച് എന്ത് സുഖമുള്ള ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ടെന്നറിയാമോ? നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മളെ മാത്രം സ്നേഹിച്ച് നമ്മുടെ മക്കളെയും സ്നേഹിച്ച് അവർ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ കാണും. ആ തെറ്റ് ചെയ്തല്ലോ ഞാൻ എന്നുള്ളൊരു എപ്പോഴും മനസ്സിലോർക്കും. എന്നിട്ടും എന്നെ ഇവർ ഇത്രയും അധികം സ്നേഹിക്കുന്നുണ്ടല്ലോ, ഭാര്യയായാലും ഭർത്താവായാലും ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് എപ്പോഴും മനസ്സിലോർക്കും, അല്ലേ? അപ്പം നമ്മൾ പിന്നെയും തെറ്റിലോട്ട് അവരെ പറഞ്ഞു വിടരുത്. നമ്മളോട് മാപ്പ് ചോദിച്ചു ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കണം അവരെ. അല്ലാതെ എനിക്ക് വേണ്ട, പറ്റത്തില്ല, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് അവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ചിലപ്പോൾ അവർ വെറും തെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ തന്നെ കാണണം. പിന്നില്ലെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ആയിരിക്കും അതുങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ അതുങ്ങളത് ചെയ്തു കഴിഞ്ഞാലോ, ഈ പറയുന്ന ആൾക്കാരൊക്കെ നേരെ തിരിച്ച് നമ്മളെ കുറ്റപ്പെടുത്തും. നീ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇന്നും അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ കണ്ടേനെ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, ദൈവമേ ഞാനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കൂടെ കണ്ടേനെ, എൻ്റെ മക്കളുടെ കൂടെ കണ്ടേനെ എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത്. നമ്മളങ്ങനെ നമ്മളെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെന്നും പറഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളവരെ ചേർത്ത് വെക്കണം. എൻ്റെ മനസ്സിലെ ഒരിത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അല്ലാതെ കണ്ട് ഇടയ്ക്ക് വെച്ച് കീറി മുറിച്ച് കളഞ്ഞ് പിന്നെ ഡിവോഴ്സിൻ്റെ വക്കീൽ വെത്തി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്ത് നമുക്കത് അവർക്ക് മാപ്പ് കൊടുക്കാം. പിന്നെയും തെറ്റ് ചെയ്ത് നമുക്ക് അത് അന്നേരം നോക്കിയാൽ പോരെ അതിൻ്റെ ബാക്കി. ഒരു വട്ടം തെറ്റ് ചെയ്ത് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും ആ തെറ്റി പോകത്തില്ല. നമ്മളവരെ സ്നേഹിച്ച് നമ്മുടെ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ആ തെറ്റിപ്പോകത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, അല്ലേ? പിന്നെയും പോകുന്ന ആൾക്കാരുണ്ടാവാം, അങ്ങനെയുള്ളവരെ അങ്ങ് വിട്ടേക്കണം, അത്രേ ഉള്ളൂ. അങ്ങ് പൊയ്ക്കോ, വേണ്ട, ഒരു വട്ടം ക്ഷമിച്ച് പുറത്ത് സഹിച്ച് കൂടെ നിർത്തി. ഇനിയും തെറ്റ് ചെയ്തോ, പൊയ്ക്കോ, എനിക്ക് വേണ്ട, എനിക്ക് മക്കളെ മതി, മക്കളുടെ കൂടെ ജീവിക്കാം, അത്രേ ഉള്ളൂ.
അപ്പം നമ്മൾ അന്നേരം നമ്മൾ ചിന്തിക്കും, ഞാനൊരു പെട്ട അവർക്കൊന്ന് ഞാൻ കൊടുത്ത്, എന്നിട്ടും ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടുള്ളത് കൊണ്ടല്ലേ ഞാൻ രണ്ടാമത് വിട്ടത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല അല്ലേ? അപ്പം ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അങ്ങനെയാണ്. ഒന്ന് ഇരുന്ന് സംസാരിച്ച് നല്ല രീതിയിലിരുന്ന് സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഇടയിലെ എല്ലാ വഴക്കും പിണക്കങ്ങളും എന്ത് വലിയ തെറ്റ് ചെയ്താലും നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ക്ഷമിക്കാനുള്ള, നമ്മൾ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആര് ക്ഷമിക്കാനാ അല്ലേ? അപ്പം നമ്മൾ ഒരു നേരം ഒരു നേരം നമ്മളോട് ചെയ്ത ദ്രോഹമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെന്നും പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ഓർക്കുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെയാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരത്തില്ല. ഓരോരുത്തരിപ്പം പറയത്തില്ലേ, 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, 20ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറയത്തില്ലേ. അവരുടെയൊക്കെ ഇടയിൽ എന്തൊക്കെയുണ്ട്? വഴക്കൊണ്ട്, പിണക്കൊണ്ട്, സൗന്ദര്യപ്പിണക്കൊണ്ട്, അത്യാവശ്യം രീതിയിൽ 1-2 ദിവസം മിണ്ടാതെ ഇരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഡിവോഴ്സിൻ്റെ വക്കിൽ പോവാണോ? ഒരിക്കലും അല്ല. അവനവൻ്റെ മക്കളെയും ഭർത്താവിനെയും ഭാര്യയും ഇട്ടിട്ട് അങ്ങനെ പോകത്തില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളൊന്ന് ചേർത്ത് വെച്ചാൽ മാത്രം മതി, നമ്മൾ ഹാപ്പിയാകും. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ജീവിക്കുന്നോ അത് കണ്ടാൽ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. നമ്മുടെ മക്കളും ആ ലെവലിലായിരിക്കും ജീവിക്കാൻ പോകുന്നത്. അല്ലാതെ കണ്ടേ ചുട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ കേട്ടത്. നമ്മൾ തരികിടയായിട്ടും കള്ളത്തരവും കാണിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അതേ ലെവലിൽ പോകും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നിന്ന് മാതൃകയായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരെ കണ്ടുപഠിക്കും എന്നല്ല പറയേണ്ടത്, എന്നെ കണ്ടുപഠിക്കും. ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, അപ്പോൾ എൻ്റെ മക്കളും അങ്ങനെ പോകരുത്. ആ ഒരു രീതിയിൽ അല്ലേ? അതല്ലേ ശരി? അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം എല്ലാവരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞാലും 40-50 വയസ്സ് വരെയുള്ള ആൾക്കാർ പോലും എല്ലാവർക്കും കുറ്റവും കുറവും ഒക്കെ ഉണ്ട്. എല്ലാവരും പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി സന്തോഷമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ് ജീവിക്കുന്നത് അല്ലേ? അല്ലാതെ കണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യങ്ങളോ എന്തെങ്കിലും പോരാളികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറഞ്ഞിട്ട്, നിന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു മനസ്സിലുണ്ടത് എന്താണ് കാരണം, ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താണ് നിൻ്റെ മനസ്സിലെ കാര്യം, അപ്പോൾ അവരത് തുറന്ന് പറയും. അവിടെ തീർന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തീർന്നു. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിവോഴ്സും കാര്യങ്ങളും എല്ലാം അങ്ങ് കുറയും. നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് മരണം വരെയും സുഖമായിട്ട് ജീവിക്കാം. അപ്പം തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഈ ലോകത്തില്ല. എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ അവരെ എല്ലാവരെയും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി വിട്ട് കഴിഞ്ഞാൽ കൂടുതലും തെറ്റിലോട്ട് അവർ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ. ചില നിമിഷങ്ങൾ മനുഷ്യനല്ലേ, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൈൻഡ് മാറിയാൽ ആ മൈൻഡ് നമ്മൾ തിരിച്ചിങ്ങ് എടുത്തേക്കണം. അത്രയേ ഉള്ളൂ. തിരിച്ചെടുത്ത് നമുക്ക് സ്വന്തം അങ്ങ് ആക്കിയേക്കണം. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനും അങ്ങനെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്.